നമ്മൾ ഷോർട്സ് അല്ല ഒരു ഇത്തിരി വലിയ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പാത്തുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് മാർച്ച് 9, നാളെ മാർച്ച് 10 പാത്തുക്കുട്ടിയുടെ 10ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് 10 ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അത് നമ്മൾ മീഷോന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നിട്ട് 8ഓളം ഗിഫ്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 9ാമത്തത് ഇന്ന് എത്തും, ഒരെണ്ണം നാളെ കിട്ടത്തുള്ളൂ. അത് മീഷോ അല്ല, അതൊരു ഫ്രെയിം ആട്ടോ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ പാത്തുവിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഒപ്പനയുടെ വീഡിയോ ആണ്. അതിനുശേഷം ഞാൻ വലിയ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇത്തിരി സ്പെഷ്യൽ ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ കാണിച്ചു തന്നിട്ട് അതൊന്നും നമ്മൾ റാപ്പ് ചെയ്യുന്ന വീഡിയോ കൂടി കാണിക്കാമെന്ന് വെച്ചു. ഇതിൽ ഓട്ടോ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇതിൽ ഓട്ടോകളും വണ്ടികളൊക്കെ ചെറുപറ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ഗിഫ്റ്റായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഓരോ ഗിഫ്റ്റും പിന്നെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ നാളെ കിട്ടുന്ന ആ ഗിഫ്റ്റും ഇന്ന് വൈകിട്ടായിരിക്കും മീഷോയുടെ ഒരു ഗിഫ്റ്റ് എത്താം. അപ്പോൾ അതും കൂടി നമുക്ക് റാപ്പ് ചെയ്യുന്നതും കാണിക്കാം. ഇപ്പം ഇതും കൂടി റാപ്പ് ചെയ്യും. ഓക്കെ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ വിലയുടെ ഗിഫ്റ്റ് ഒന്നല്ല. എന്നെ കൊണ്ട് വാങ്ങാനും അത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ കുറച്ചും കൂടി ഹാപ്പി ആവണേ, അങ്ങനത്തെ ഒരു മാതിരി ഗിഫ്റ്റ്. അപ്പോൾ അതാട്ടെ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തീം എടുത്തേക്കുന്നത് യൂണിക്കോണിൻ്റെ തീമാണ്. അപ്പോൾ യൂണിക്കോണിൻ്റെ തീമിലാണ് നമ്മൾ ഗിഫ്റ്റുകൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തെ ഗിഫ്റ്റ് ഇതാട്ടോ, കണ്ടാ, ഒരു ക്യൂട്ട് യൂണിക്കോൺ പെൻ. അല്ല, ക്യൂട്ടായിട്ടില്ലേ കാണാൻ. രണ്ടാമത്തെ ഗിഫ്റ്റ് ഇതാട്ടോ, അത് ഞാൻ ഒരു യൂണിക്കോണിൻ്റെ ഇതൊരു എറേസറാണ്. അപ്പോൾ ഇത് വാങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ അതാ ഇതും കൂടി ഫ്രീ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാട്ടോ രണ്ടാമത്തെ ഗിഫ്റ്റ്. അത് നമുക്കതിൽ തന്നെ ആക്കി വയ്ക്കാം. അപ്പോൾ ഇതിനൊക്കെ ഗിഫ്റ്റ് ആക്കി ചെയ്യാൻ സുഖമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഗിഫ്റ്റ്. ഇനി മൂന്നാമത്തെ ഗിഫ്റ്റാണ് നമ്മുടെ ഒരു യൂണിക്കോണിൻ്റെ ഒരു നല്ല ക്യൂട്ട് വാച്ചാട്ടോ. നമുക്ക് കാണിച്ചു തരാം. അയ്യോ, ഇത് ഞാൻ മൂടി അങ്ങനത്തെ ഒട്ടിച്ച് വെച്ചിട്ടില്ല. ഒരു വാച്ചാണ് കിട്ടുന്നില്ലല്ലോ. വാച്ച് ലൈറ്റൊക്കെ കത്തും. ലൈറ്റ് കത്തുന്ന വാച്ചാണ്. ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് മാറി കത്തുന്ന ഒരു വാച്ച്. ഭംഗിയിലാണ്. ഓരോ ഗിഫ്റ്റ് അത് തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടാപ്പ് ചെയ്യാൻ സുഖമാണ്. അതാട്ടെ ഞാൻ അപ്പോൾ തന്നെ അതിലാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മടിയായിരിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഗിഫ്റ്റ്. നമുക്ക് ഗിഫ്റ്റുകൾ വേഗം ചടപടയെ കാണാം. ഇതാണ് നാലാമത്തെ ഗിഫ്റ്റ്. ഇത് നമ്മൾ ഒരു യൂണിക്കോണിൻ്റെ പില്ലുമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. യൂണിക്കോൺ തീമായതുകൊണ്ടായിട്ടല്ല യൂണിക്കോൺ വാങ്ങിയിരിക്കുന്നത്. ഇതാണ് ഒരു പില്ലോ, ഒരു കുഞ്ഞി, അതായത് നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാനൊക്കെ പറ്റിയത്. അല്ലാണ്ട് തലയ്ക്ക് വെച്ച് കിടന്നു കഴിഞ്ഞാൽ ഇത് പിറ്റേ ദിവസം തന്നെ നന്നായി അഴുക്കൊക്കെ ആവും. അപ്പോൾ നമുക്കിത് കെട്ടിപ്പിടിച്ചെടുക്കാനേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ഗിഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ എത്ര ഗിഫ്റ്റ് നമ്മൾ കണ്ടു? 1, 2, 3, 4 ഗിഫ്റ്റ് കണ്ടു കേട്ടോ. ഇത് നമ്മുടെ 5ാമത്തെ ഗിഫ്റ്റാണ്. ഇത് കേട്ടോ, ഒരു പോക്കറ്റ് ഡയറി, യൂണിക്കോണിൻ്റെ ഒരു പോക്കറ്റ് ഡയറി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു പെന്നും വരുന്നുണ്ട്. പിന്നെ കീ ചെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ പെന്ന് ഇതിൽ കീ ചെയിനായിട്ട് ഇടാനുള്ള ഒരു കീ ചെയിൻ്റെ ആ സംഭവം ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ഗിഫ്റ്റ്. പിന്നെ നമ്മുടെ 6ാമത്തെ ഗിഫ്റ്റ് പെട്ടി കണ്ടാലും ഞെട്ടണ്ട. 6ാമത്തെ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ 6ാമത്തെ ഗിഫ്റ്റ്. ഒരു യൂണിക്കോണിൻ്റെ കപ്പ്. ഇതാണ് നമ്മുടെ 6ാമത്തെ ഗിഫ്റ്റ്. ഇനി നമ്മുടെ 7ാമത്തെ ഗിഫ്റ്റ്. ഇതാണ് നമ്മുടെ 7ാമത്തെ ഗിഫ്റ്റ്. ഇതാട്ടോ ഗൈസ്, ഒരു മണി ബാഗ്, യൂണിക്കോണിൻ്റെ മണി ബാഗ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിങ്ക് കളറൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആൾക്ക് പ്രൈസൊക്കെ സേവിങ്സ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ 8ാമത്തെ ഗിഫ്റ്റാണ് ഇത് മാലയാട്ടോ. എനിക്കെൻ്റെ ലോക്കറ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ മാല എനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം
പെട്ടെന്ന് കളർ പോകും. ഇത് ഞാൻ യൂണിക്കോണിൻ്റെയും റെയിൻബോ ഒക്കെ കണ്ടപ്പോൾ ഞാനത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതങ്ങനെ വാങ്ങിയെന്നേ ഉള്ളൂ. കണ്ടോ ലോക്കറ്റ് കാണുന്നുണ്ടോ? കാണുന്നെങ്കിൽ ഞാൻ കാണിക്കും ഓരോന്നായിട്ട്. 1 2 3 4. ഇത് 4 കേട്ടോ ലോക്കറ്റ് വരുന്നത്. അതൊരു ചെപ്പിലിട്ട് വന്നുകൊണ്ട് നമുക്ക് റാപ്പ് ചെയ്യാൻ സുഖമായി. അപ്പോൾ ഈ 8 മാത്രമേ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ 9ാമത്തേത് നമ്മളൊരു മേക്കപ്പ് പൗച്ചാണ്. അതെന്തായാലും ഇന്ന് എത്തും. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അത് ഞാനത് പാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതാ ഞാൻ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 റാപ്പ് പേപ്പർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 വെച്ചിട്ട് കേട്ടോ റാപ്പ് ചെയ്യുന്നത്. കേട്ടോ 4 ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇത് 4 വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്യും. ഇനി അത് റാപ്പ് ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ എനിക്ക് ഇനി നമ്മൾ ഇതൊക്കെ റാപ്പ് ചെയ്ത് ഇതെല്ലാം റാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം ആളുടെ ഡ്രസ്സ് ഒരു യൂണിക്കോണിൻ്റെ തീമാണ്, ആളുടെ കേക്ക് ഒരു യൂണിക്കോണിൻ്റെ തീമാണ്. അപ്പോൾ ഇത് കാണുമ്പോഴും നമുക്ക് ഒരു 3-4 കളറുകൊണ്ട് നമുക്കൊരു യൂണിക്കോണിൻ്റെ തീം ഇപ്പോൾ കളർ പോലെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഇതോടും കൂടി അതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിരിക്കുമല്ലോ. ഇതെനിക്ക് ഇതൊക്കെ ഉണ്ടോ, ഇത് ഇത്രയും വലിയത് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നറിയോ? എനിക്ക് ന്യൂ ഇയറിന് എൻ്റെ അനിയത്തിൻ്റെ മുകളിൽ എനിക്കൊരു ബാഗ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിൽ അവർ കുത്തി നിറച്ച് വെച്ചിരുന്നതാണ് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് എടുത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഒരു ആവശ്യം വന്നല്ലോ, അപ്പോൾ അതെന്തായാലും ഒരു ഉപകാരമുള്ളൊരു സാധനമായി. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ ഇനി ബാക്കി എന്താ പറയുക, ഞാനിത് റാപ്പ് ചെയ്തിട്ട് കാണിക്കാം. ഓരോന്നും റാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ റാപ്പ് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ മേക്കപ്പ് പൗച്ച് അത് വന്നിട്ട് ആ മേക്കപ്പ് പൗച്ച് വന്നതിന് ശേഷം മേക്കപ്പ് പൗച്ച് നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ഞാൻ അതും റാപ്പ് ചെയ്യും. പിന്നെ നമുക്കൊരു ഫ്രെയിമാണ്. ഇന്നലെ ഞാൻ ആളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ഫോട്ടോണ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തുള്ളൊരു കുട്ടീന്. അപ്പോൾ ആ കുട്ടി നാളെ രാവിലെയാണ് കൊണ്ടുവന്ന് തരാം. അപ്പോൾ അതും കൂടി റാപ്പ് ചെയ്തിട്ട് നാളെ സ്കൂൾ വിട്ട് വന്ന് വൈകിട്ട് നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. എന്നാലല്ലേ 10 കിട്ടത്തുള്ളൂ. ഇപ്പോൾ സ്കൂളിന് പോകുന്നതിന് മുന്നേ ലാസ്റ്റത്തെ ഗിഫ്റ്റ് കിട്ടത്തില്ല. സ്കൂൾ മുടക്കുന്നില്ല, നാളെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എക്സാമൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇതിൽ കൂടി ആഡ് ചെയ്തിട്ട് വേണം മേക്കപ്പ് പൗച്ച് വന്നിട്ട് അതും കൂടി കാണിക്കാം. പിന്നെ ഇതൊക്കെ ഫുള്ള് റാപ്പ് ചെയ്തിട്ട് അതും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വരാനുണ്ടായിരുന്ന ആ ഗിഫ്റ്റ് വന്നു കേട്ടോ മീഷോന്ന്. പക്ഷെ ഞാൻ റാപ്പ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതും കൂടി പെട്ടെന്ന് ഞങ്ങൾ റാപ്പ് ചെയ്ത് പോയി. കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ നിങ്ങൾക്ക്. ഇന്നത് ഭാഗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ പിന്നെന്താ, പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോൾ അതിൻ്റെ ഇടയിൽ അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലോസപ്പിൽ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. കണ്ടോ, യൂണിക്കോണിൻ്റെ പില്ലോ, ഡയറി, എറേസർ, കപ്പ്, ചെയിന്, വാച്ച്, ഒരു പെൻ. ഇതാട്ടോ നമ്മുടെ ഗിഫ്റ്റ്. ഇതൊക്കെ വെച്ചിട്ട് ഈ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു എണ്ണ കേട്ടോ, ഈ ഒരു പേപ്പറാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയും കേട്ടോ. അപ്പം നമുക്കിനി പാക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റുകൾ റാപ്പ് ചെയ്തത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 അപ്പോൾ നമ്മുടെ 9 ഗിഫ്റ്റ് നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ഒരു ഫ്രെയിം കിട്ടാനുണ്ട്. അതും കൂടിയും കിട്ടിയിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാൻ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇനി ഇത്ര ഈ ഒരു കാണുന്ന
ഈ ഒരു കടലാസ് പേപ്പർ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ റാപ്പ് ചെയ്യാൻ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റാപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ അതെല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാം. ഇങ്ങനെ കാണിക്കാൻ വേണ്ടി അയ്യോ ഇതിങ്ങനെ ഒരുമിച്ച് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇത് പറ്റൂല്ലെന്ന്, ഇത് ഇടിഞ്ഞു പൊങ്ങി വീഴുവാണെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇത് എനിക്ക് വിരട്ടിപ്പണിയാവും. അപ്പം നമ്മുടെ 9 ഗിഫ്റ്റ് റെഡി. പാത്തു പിന്നെ നാളെ എന്താണ് സ്കൂളിലോട്ട് പോകും. എക്സാം ആയതുകൊണ്ട് മുടക്കൊന്നും ആക്കില്ല. അപ്പം നമ്മുടെ കയ്യിൽ നാളെ സ്കൂളിലോട്ട് മിഠായി കൊടുത്തു വിടും. കേക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. കേക്ക് സർപ്രൈസാണ്. കേക്കപ്പോൾ നാളെ വൈകിട്ട് ഒരു സ്കൂൾ വിട്ട് വരുന്ന ആ ടൈമോട് കൂടി ഒരു 4:30 ആകുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നാളെ സ്കൂളിൽ ഗിഫ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഒരു കാർട്ടൂൺ പെൻസിലുകളുണ്ട് കേട്ടോ. പാത്തുവിന് ഗിഫ്റ്റായിട്ട് ഒരാൾ തന്നതാണ്. അപ്പം നമ്മളത് വിചാരിച്ചു നാളെ സ്കൂളിലോട്ട് കൊടുക്കാമെന്ന്. കണ്ടോ ഈ കാർട്ടൂൺ പെൻസിലുകൾ. അപ്പോൾ ഈ പെൻസിലുകൾ നാളെ കൊടുത്തേക്കണം. കണ്ടോ ടീച്ചർ ചോക്ലേറ്റും പെൻസിലും കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ട് അയച്ച് തരുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അത് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെന്താ, പിന്നെ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രെയിം കിട്ടിയിട്ടില്ല. ഫ്രെയിം നാളെ വൈകിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി റാപ്പ് ചെയ്താൽ നമ്മുടെ 10 ഗിഫ്റ്റ് റെഡി. അപ്പോൾ ഞാൻ ഇനി ആ ഫ്രെയിമും കൂടി വന്നിട്ട് അതും കൂടി റാപ്പ് ചെയ്ത ഒരു വീഡിയോ കൂടി വെറുതെ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും നാളെ കൊടുത്തയക്കും. പിന്നെ അതിൻ്റെ കൂടെ കോപ്പിക്കോ മിഠായിയാണ് വാങ്ങി വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ കൊടുത്തയക്കും. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ 10ാമത്തെ ഗിഫ്റ്റ് കിട്ടി. ഫ്രെയിം ഇതാ കുറച്ച് മുന്നേ ആയിട്ട് ആ കുട്ടി കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്നത്. അപ്പോൾ നമ്മുടെ 10 ഗിഫ്റ്റ് ഇപ്പോൾ റെഡിയായി. അപ്പോൾ പാത്തുക്കുട്ടി സ്കൂളിൽ പോയേക്കാണ്. സ്കൂളിൽ വിട്ട് വന്നിട്ട് വേണം ഇനി നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പേപ്പറിലും കൂടിയിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യുമ്പോൾ എനിക്ക് തോന്നി അത് ഭയങ്കരമായിട്ട് ആർഭാടായി പോകുന്നു. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് റാപ്പ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ 10 ഗിഫ്റ്റ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്തുക്കുട്ടി വന്നിട്ട് വേണം നമുക്ക് കൊടുക്കാം.